ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കുറുമയാണ്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കുറുമ. ആദ്യമായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ്, ബീൻസ്, ഒരു മീഡിയം സൈസ് സവാള, 4 പച്ചമുളക്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, അണ്ടിപ്പരിപ്പ്, 1/2 കപ്പ് തേങ്ങ. ഇനി വെജിറ്റബിൾസ് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 4 വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് വഴറ്റണമെന്നില്ല, ഈ ഒരു പരുവത്തിൽ വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വെജിറ്റബിൾ മസാല ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറി ഒന്ന് തിക്കായി കിട്ടുന്നതിന് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഒരു തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്